ലോക്കോ പൈലറ്റുമാരുടെ അടക്കം റെയിൽവേയിലെ ഒഴിവുകൾ നികത്താതെ ഇന്ത്യൻ റെയിൽവേ. മതിയായ വിശ്രമമില്ലാതെയാണ് ലോക്കോ പൈലറ്റുമാർ ജോലി ചെയ്യുന്നത്. ഉറക്കമില്ലായ്മയും വിശ്രമക്കുറവും ട്രെയിൻ അപകടങ്ങളടക്കം ക്ഷണിച്ചു വരുത്തുമെന്നും ജീവനക്കാർ പറയുന്നു. തിരുവനന്തപുരം സ്റ്റേഷനു കീഴിൽ മാത്രം 100-ലധികം ഒഴിവുകളാണ് നിലവിലുള്ളത്. 2018 ശേഷം കൃത്യമായി ഒഴിവുകൾ നികത്താത്തതാണ് റെയിൽവേ ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കിയത്. കൃത്യമായ വിശ്രമവും ഉറക്കവുമില്ലാതെയാണ് ലോക്കോ പൈലറ്റുമാർ ജോലി ചെയ്യുന്നത്. പലപ്പോഴും അധിക സമയങ്ങളിലടക്കം ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. മതിയായ വിശ്രമം ലഭിക്കാതെയുള്ള ഡ്യൂട്ടികൾ വലിയ അപകടങ്ങൾക്ക് വരെ കാരണമാകുമെന്ന് റെയിൽവേ ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. സമീപകാലങ്ങളിലുണ്ടായ റെയിൽവേ അപകടങ്ങളുടെ അടക്കം കാരണം ലോക്കോ പൈലറ്റുമാരുടെ വിശ്രമമില്ലാത്ത ജോലിയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. വേക്കൻസി കൂടുതലിരിക്കുന്ന കാരണം കൊണ്ട് ഇരിക്കുന്ന ജീവനക്കാരൻ്റെ ജോലി ഭാരം വർദ്ധിപ്പിക്കുകയും സമയാസമയത്തിന് കിട്ടാനുള്ള റെസ്റ്റ് കിട്ടുന്നില്ല, പ്രതിവാര വിശ്രമം കിട്ടുന്നില്ല, ലീവ് കിട്ടുന്നില്ല, വീട്ടിലെ ആവശ്യങ്ങൾക്ക് കുട്ടികളെ നോക്കാനോ അല്ലെ ഭാര്യയ്ക്ക് സുഖമില്ലെങ്കിൽ കൂടെ നോക്കാനുള്ള ലീവ് കിട്ടുന്നില്ല. ഈ കാരണം കൊണ്ട് മെൻ്റൽ സ്ട്രെയിൻ, മാനസിക പിരിമുറുക്കം ജീവനക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത് ട്രെയിൻ ഓടിക്കുന്ന സേഫ്റ്റിക്ക് എതിരായിട്ടാണ്. കാരണം മാനസിക പിരിമുറുക്കത്തോടെ വണ്ടി വർക്ക് ചെയ്യുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള പല സ്റ്റേഷനുകളിലും മതിയായ ലോക്കോ പൈലറ്റുമാർ ഇപ്പോഴുമില്ല. 100-ലധികം വേക്കൻസികളാണ് ഓരോ സ്റ്റേഷനുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സദൺ റെയിൽവേയിൽ മൊത്തം 5850 ജീവനക്കാർ വേണം. അതിൽ 977 വേക്കൻസി കാലിയായിട്ട് കിടക്കുക. ട്രിവാൻഡ്രത്ത് 794 ജീവനക്കാർ വേണം. അവിടെ 104 വേക്കൻസി ഇപ്പോഴുണ്ട്. പാലക്കാട് ഡിവിഷനിൽ 684 ജീവനക്കാർ വേണം. 57 വേക്കൻസി ഉണ്ടാവണം. ഈ ഇത്രയും ജോലി ഭാരം ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വന്ന് മരണത്തിന് ലീവില്ല. സീനിയോറിറ്റി അടിസ്ഥാനമാക്കിയുള്ള സ്ഥലം മാറ്റവും സതേൺ റെയിൽവേ അട്ടിമറിക്കുന്നതായി പരാതിയുണ്ട്. അടുത്ത ഡിവിഷനിലുള്ള സേലം, മധുര, പാലക്കാട്, ചെന്നൈ ഇവിടെയുള്ള മലയാളി ജീവനക്കാർ ലോക്കോ പൈലറ്റുമാർ കഴിഞ്ഞ 15 കൊല്ലം കൊണ്ട് സ്വന്തം നാട്ടിൽ വരാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു സീനിയോറിറ്റി ഉണ്ട്, രജിസ്ട്രേഷനുണ്ട്, റെയിൽവേ ബോർഡ് ഉത്തരവുണ്ട്, കോടതി വിധിയുണ്ട്. അവരെ സീനിയോറിറ്റി അനുസരിച്ച് ഇങ്ങോട്ട് പുതിയ വേക്കൻസി വരുമ്പം 65% ആൾക്കാർ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. എന്നാൽ നാളിതുവരെ അതിന് ഒരു നീക്കവും ഇതുവരെ നടന്നിട്ടില്ല. മാത്രമല്ല സീനിയറായ പല ജീവനക്കാർ സേലത്തും പാലക്കാടും ഉള്ളപ്പോൾ ജൂനിയറായ ജീവനക്കാർ അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് റിലീവ് ചെയ്തിട്ടുണ്ട്. ലോക്കോ പൈലറ്റുമാരുടെ മാനസികാവസ്ഥ കൂടി കണക്കിലെടുത്ത് നിലവിലുള്ള ഒഴിവുകൾ വേഗത്തിൽ നികത്തണമെന്നും ട്രാൻസ്ഫർ നടപടികൾ വേഗം പൂർത്തിയാക്കണമെന്നുമാണ് ജീവനക്കാരുടെ ആവശ്യം. പ്രതിസന്ധി ഉന്നയിച്ചുകൊണ്ട് വിവിധ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് വലിയ പ്രക്ഷോഭ പരിപാടികളും ധർണയും ലോക്കോ പൈലറ്റുമാരുടെ സംഘടന നടത്തിയിരുന്നു. എന്നാൽ ഇതുവരെയും കൃത്യമായ ഇടപെടലുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒഴിവുകൾ നികത്താത്ത പക്ഷം വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാനാണ് സംഘടനയുടെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.